ഹലോ നമസ്കാരം. കേരളത്തിലെ നാഗാരാധന നടക്കുന്ന പ്രധാന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കണ്ണൂർ പെരളശ്ശേരി അമ്പലം. ത്രേതായുഗത്തിൽ ശ്രീരാമനാണ് ഇവിടെ സുബ്രഹ്മണ്യ പ്രതിഷ്ഠ ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ഐതിഹ്യം എങ്ങനെയാണ്? വനവാസകാലത്ത് ശ്രീരാമൻ യാത്രാമധ്യേ പെരളശ്ശേരിയിലെത്തുന്നു. അതായത് അയ്യപ്പൻകാവ് എന്നാണ് അറിയപ്പെടുന്നത്. അവിടെ എത്തിച്ചേരുകയും അവിടെ സുബ്രഹ്മണ്യ സാന്നിധ്യം അനുഭവപ്പെടുകയും ചെയ്തു. അപ്പോൾ അവിടുത്തെ ആ ഒരു ഐതിഹ്യം ഇങ്ങനെയാണ് ലക്ഷ്മണനും ഹനുമാനോടുമായിട്ട് ശ്രീരാമൻ പറഞ്ഞു കൊടുക്കുകയാണ്. ഒരിക്കൽ ബാലസുബ്രഹ്മണ്യൻ ബ്രഹ്മാവിനോട് ഓംകാരത്തിൻ്റെ പൊരുളെന്തെന്ന് ചോദിക്കുന്നു. എന്നാൽ ബ്രഹ്മാവിന് അതിൻ്റെ അർത്ഥം യഥാവിധി പറഞ്ഞു കൊടുക്കാൻ കഴിഞ്ഞില്ല. ഇതിൽ ദേഷ്യം വന്ന സുബ്രഹ്മണ്യൻ ബ്രഹ്മാവിനെ തടവിലിടുവാൻ വീരബാഹുവിനോട് കൽപ്പിക്കുന്നു. പ്രപഞ്ച സൃഷ്ടാവായ ബ്രഹ്മാവ് തടവിലായതോടെ പ്രപഞ്ചത്തിൽ സൃഷ്ടി നിലക്കുന്നു. ദേവകൾ പരമേശ്വരനെ കണ്ട് ഇതിൻ്റെ പ്രതിവിധി കാണണമെന്നും അപേക്ഷിച്ചു. ശിവന്റെ നിർദ്ദേശമനുസരിച്ച് സുബ്രഹ്മണ്യൻ ബ്രഹ്മാവിനെ മോചിപ്പിച്ചു. പക്ഷേ പിന്നീട് അദ്ദേഹത്തിന് പ്രായശ്ചിത്തം ചെയ്യേണ്ടി വന്നു. കുറേ കാലം ഏകാന്തതയിൽ അജ്ഞാതവാസം നയിക്കാനായിരുന്നു ദേവഗുരുവിൻ്റെ നിർദ്ദേശം. അങ്ങനെ അയ്യപ്പൻകാവ് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെ ഒരു പൊട്ടക്കിണറിൽ സർപ്പരൂപത്തിൽ കുറേ കാലം ഏകാന്തവാസം നയിച്ചു. നടത്തേണ്ടതിൻ്റെ ഔചിത്യത്തെക്കുറിച്ച് അയ്യപ്പനുമായി ആശയവിനിമയം നടത്തുകയും അങ്ങനെ അയ്യപ്പൻ താനിരിക്കുന്ന ശ്രീകോവിൽ സുബ്രഹ്മണ്യ പ്രതിഷ്ഠക്കായി തരാമെന്ന് അറിയിക്കുന്നു. അതുപോലെ തന്നെ അയ്യപ്പനെ അവിടെ തന്നെ വേറൊരു സ്ഥാനം നിർദ്ദേശിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ വിഗ്രഹത്തിന് ആവശ്യമായിട്ടുള്ള ശില കണ്ടെത്താൻ വേണ്ടി ഹനുമാനെ വടക്കേ ദിശയിലേക്ക് അയക്കുന്നു. വിഗ്രഹത്തിന് പോയ ഹനുമാൻ പ്രതിഷ്ഠാ മുഹൂർത്തമായിട്ടും തിരിച്ചെത്തിയില്ല. അങ്ങനെ ശ്രീരാമൻ അദ്ദേഹത്തിൻ്റെ പെരുവള ഊരിയെടുത്ത് ബിംബത്തിൻ്റെ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കുകയാണ്. അപ്പോഴേക്കും ഹനുമാൻ ബിംബവുമായി എത്തുന്നു. അപ്പോഴേക്കും ഓൾറെഡി പ്രതിഷ്ഠ കഴിയാണ്. അങ്ങനെ ഹനുമാൻ തൻ്റെ ശരീരബലം കാണിക്കാൻ എന്നവണ്ണം വള പിടിച്ച് ആഞ്ഞു വലിക്കുന്നു. പക്ഷേ എന്നിട്ടും വള ഇളകി വന്നില്ല. അങ്ങനെ അതിൻ്റെ കടക്കിൽ നിന്നും ഒരു സർപ്പം ഉയർന്നു വരികയും വളയെടുക്കരുതെന്ന് ഫണം ഇളക്കി സൂചിപ്പിച്ച് താഴേക്ക് തന്നെ ഇറങ്ങിപ്പോവുകയും ചെയ്തു. അങ്ങനെ പെരുവള പ്രതിഷ്ഠിച്ച ക്ഷേത്രവും പ്രദേശവും പെരുവളശ്ശേരി എന്ന് അറിയപ്പെടാൻ തുടങ്ങി. പെരുവളശ്ശേരിയാണ് ഇന്നത്തെ നമ്മുടെ പെരളശ്ശേരി. സുബ്രഹ്മണ്യസ്വാമി നാഗരൂപത്തിൽ വന്നതുകൊണ്ടോ നാഗങ്ങൾ അദ്ദേഹത്തിന് കാവിലിരുന്നത് കൊണ്ടോ സുബ്രഹ്മണ്യസ്വാമിയുടെ ശ്രീകോവിലിന് നാലമ്പലത്തിന് പുറത്ത് മുറ്റത്തായിട്ട് നാഗങ്ങൾക്ക് പ്രത്യേകമായിട്ടുള്ള സ്ഥാനമുണ്ട്. അതുപോലെ തന്നെ ശ്രീരാമനാണെങ്കിലും ഗണപതിയുടേതും ഒക്കെ പ്രതിഷ്ഠ നമുക്ക് അവിടെ കാണാൻ പറ്റും കേട്ടോ. ഇവിടുത്തെ മെയിനായിട്ടുള്ള വഴിപാടെന്ന് പറയുന്നത് മുട്ട സമർപ്പിക്കലാണ്. അതുപോലെ തന്നെ നമ്മുടെ സർപ്പബലി അതും പ്രധാനപ്പെട്ടതാണ്. ഇവിടുത്തെ മെയിനായിട്ട് ഉത്സവം വരുന്നത് ധനുമാസത്തിലാണ്. എന്നാലും എല്ലാ ആയില്യനാളും വളരെ വിശേഷപ്പെട്ടതാണ്. അതുപോലെ തന്നെ തുലാം സംക്രമം അതിവിശിഷ്ടമാണ്. ഇവിടുത്തെ ടെമ്പിൾ പോണ്ട് കണ്ടില്ലേ, അമ്പലക്കുളത്തിൽ കാവേരി നദിയുടെ സാന്നിധ്യം ഉണ്ടാവുമെന്നാണ് പറയപ്പെടുന്നത്. ഇവിടെ വന്നാൽ കൈനോട്ടം കുഞ്ഞ് ഷോപ്പിംഗ് അത് മസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇവിടെ വരാനും അത് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു സൗഭാഗ്യം ഉണ്ടാവട്ടെ.